ഇറാനെ ആക്രമിക്കാൻ ഒരു വിദേശ ശക്തിയും ധൈര്യപ്പെടില്ല. ആരെങ്കിലും അങ്ങനെ ഒരു ചിന്തയിൽ മുന്നോട്ട് വന്നാൽ അവർ നേരിടുന്നത് വലിയ തിരിച്ചടികളാകും. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ മുന്നറിയിപ്പാണിത്. തങ്ങളുടെ സൈന്യത്തിന്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്ന വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇറാന്റെ വളർച്ചയുടെ തെളിവാണ്. നിരന്തരം ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ടിട്ടും പിന്നോട്ടു പോകാതെ കരുത്തോടെ നിന്ന രാജ്യത്തിന്റെ അതിരുകൾ ഭേദിക്കാനോ സുരക്ഷയെ വെല്ലുവിളിക്കാനോ ശ്രമിക്കുന്നവരെ സൈനിക ശേഷി ഉപയോഗിച്ച് നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. തലസ്ഥാനമായ ടെഹ്റാനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അരാഗ്ചി വിവിധ മേഖലകളുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും വിശദീകരിച്ചു. കൂട്ടായ പ്രവർത്തനം രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സായുധ സേന, ദുരിതാശ്വാസ സംഘടനകൾ, സർക്കാർ, ജനങ്ങൾ എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരുന്ന ചില മേഖലകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സന്നദ്ധത നമ്മുടെ ഭൂമിക്കെതിരായ ഏതൊരു ആക്രമണത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നു എന്നും അരാഗ്ചി പറഞ്ഞു. ഇറാൻ ഉൾപ്പെടുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ രാജ്യം നിരന്തരം ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച് 4-ന് വിയന്നയിലെ അന്താരാഷ്ട്ര സംഘടനകളിലേക്കുള്ള റഷ്യയുടെ പ്രതിനിധി മിഖായൽ ഉലിയനോവ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടി ഭീഷണികളെ സ്വീകാര്യമല്ലെന്നാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനിടയിൽ വിവിധ മേഖലകളിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാന് നിലവിൽ കഴിവുണ്ടെന്ന് IRNAയോട് സംസാരിച്ച ബ്രിഗേഡിയർ ജനറൽ അമീർ റസ്റ്റിഗ്രി പറഞ്ഞു. പ്രതിരോധ മേഖലകളിൽ സായുധ സേനകൾക്കായുള്ള 90% ഉപകരണങ്ങളും സംവിധാനങ്ങളും പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യാവസായിക സംഘടനകളും അവരുടെ സഹകരണ ശൃംഖലകളുമാണ്. ബഹിരാകാശം, വായു, കടൽ, കര, അന്തർവാഹിനി മേഖലകളിലെ പ്രതിരോധ ആവശ്യകതകൾ IAE രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിലായി 7000-ലധികം സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും സായുധ സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇറാന് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക കപ്പലുകളുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ, റഡാർ, ഇലക്ട്രോണിക് യുദ്ധം, അഗ്നി നിയന്ത്രണം, സോണാർ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇറാനിയൻ വിദഗ്ധർ വിജയിച്ചിട്ടുണ്ട്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡേന ഡിസ്ട്രോയൽ 2022-ൽ ഇറാന്റെ നാവികസേനയിൽ ചേർന്ന് ലോകമെമ്പാടും 5 സമുദ്രങ്ങളിലൂടെ 55,000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടുണ്ട്. കഠിനമായ സമുദ്ര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ളതാണ് ഇറാന്റെ പ്രതിരോധ വ്യവസായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാന്റെ നയതന്ത്ര ബന്ധങ്ങൾ, അതിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ, അവരുടെ സമാധാനത്തിനായുള്ള ശ്രമങ്ങളെല്ലാം നിരന്തരം ചർച്ചകൾക്ക് വിധേയമാകാറുണ്ട്. അബ്ബാസ് അരാഗ്ചിയുടെ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മവിശ്വാസം ചെറിയ കാര്യമല്ല. ഇറാൻ ഇന്ന് ലോകത്തിൽ അതിന്റെ സൈനിക ശേഷിയും പ്രതിരോധ നയങ്ങളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാനെ ഇല്ലാതാക്കാൻ പലതവണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ ഉപരോധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ഇറാനെ അടിച്ചമർത്താൻ ശ്രമിച്ചവരുണ്ട്. എന്നാൽ ഓരോ തവണയും ഇറാൻ അവയെല്ലാം അതിജീവിച്ചു. രാജ്യത്തിന്റെ അതിരുകൾ സംരക്ഷിക്കാൻ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നു. വിദേശ ശക്തികൾക്ക് മുന്നിൽ കുലുങ്ങാത്ത രാജ്യമാണ് ഇറാൻ. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉപരോധങ്ങൾ, കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ, വ്യവസായിക രംഗത്തെ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഈ രാജ്യത്തെ ഒരു നിമിഷം പോലും തളർത്തിയിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ നിലപാട് വളരെ ശക്തമാണെന്ന് ചരിത്രം തന്നെ തെളിയിക്കുന്നുണ്ട്. ഒരു കാലത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയിൽ പേർഷ്യൻ ഗൾഫിൽ ഉയർന്ന ഭീഷണികൾ പിന്നീട് ഇറാന്റെ നയതന്ത്ര സാമർഥ്യം കൊണ്ടും അതിന്റെ സൈനിക ബലം കൊണ്ടും തകർത്തെറിഞ്ഞു. ഇപ്പോഴിതാ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഗൾഫ് മേഖലയിൽ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ മേഖലയിൽ സൈനിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. അവർ പിന്നെയും ആയുധശേഷിയിലും സൈനിക ശേഷിയിലും സാങ്കേതിക വിദ്യയിലും മുന്നേറുകയാണ്. രാജ്യത്തിനെതിരെ ഉയർന്നു വരുന്ന ഏതൊരു ഭീഷണിയെയും നേരിടാൻ അവർ സന്നദ്ധരാണ്.